ഞാൻ ശ്രീകുമാറിലേക്ക് കൂടി പോയി വരാം. ശ്രീകുമാർ, രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, നിലവിലുള്ള സാഹചര്യത്തിൽ ഇതേ ആരോഗ്യനിലയിൽ കെ സുധാകരന് അടുത്ത ഈ 3 തെരഞ്ഞെടുപ്പുകളെയും, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അധ്യക്ഷ സ്ഥാനത്തിരുന്ന് കോൺഗ്രസിനെ നയിക്കാനുള്ള കഴിവുണ്ടാകുമോ? ക്വസ്റ്റ്യൻ നമ്പർ 1. കാരണം ഇതൊരു പ്രസിഡന്റ് കേന്ദ്രീകൃത പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്നുള്ളത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട്ടെയോ ചേലക്കരയിലെയോ പോലെയല്ല ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. ക്വസ്റ്റ്യൻ നമ്പർ 2, AICC പോലും പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്താമെന്നിരിക്കെ കേരളത്തിലെ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ശ്രീകുമാർ. നോക്കൂ ഡോക്ടർ അരുൺ, കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഇവിടെ രണ്ടുപേരും ചർച്ച ചെയ്ത് ഞാൻ കേട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ആർക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ പഴയ ചരിത്രം കൂടി ഒന്ന് ഓർമ്മിച്ചിട്ട് വേണം ഇതൊക്കെ പറയാനായിട്ട്. KPCC പ്രസിഡന്റുമാരെ നോക്കിയിട്ടല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും വോട്ട് ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ആര് KPCC പ്രസിഡൻ്റാണ്, ഇന്ന ആളാണോ KPCC പ്രസിഡന്റ്, എങ്കിൽ ഞങ്ങൾ ഇന്ന രീതിയിലേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നൊന്നും നോക്കിയിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നേ വരെ ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല. പ്രഗത്ഭരായ KPCC പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്, അപ്രശസ്തരായ KPCC പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്, വളരെ ദുർബലരായ KPCC പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. അന്നൊക്കെ കോൺഗ്രസും UDF ജയിച്ചിട്ടുമുണ്ട്. ശ്രീ ജേക്കബ് ജോർജിനൊക്കെ അറിയാതെ. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി കേന്ദ്രീകൃത പാർട്ടി അല്ല ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇവിടെ ഡോക്ടർ അരുൺ ചോദിച്ചതിൻ്റെ ആദ്യത്തെ കാര്യം പറയാം. കെ സുധാകരൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആരാണ് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്? ഏത് കോൺഗ്രസ് നേതാവാണ് കെ സുധാകരൻ ആരോഗ്യമില്ലെന്ന് പറഞ്ഞത്? ഏത് ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ദീപാദാസ് മുൻഷി പറഞ്ഞു എന്നോ? അല്ലല്ല, ഒരു റിപ്പോർട്ട് കൊടുത്തതൊക്കെ കോൺഗ്രസിനെ കുറിച്ചാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് അത് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് കെ സുധാകരൻ ആരോഗ്യമില്ല എന്ന് തീരുമാനിക്കേണ്ടത് ദീപാദാസ് മുൻഷിയുമല്ല, നമ്മളാരുമല്ല. കെ സുധാകരൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നേരെ പത്രലേഖരി വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഡോക്ടറെ കണ്ട് ഞാൻ തീരുമാനിച്ചോളാമെന്ന്. പക്ഷേ ഇവിടെ പ്രശ്നമല്ല, അത് വ്യക്തിപരമായിട്ട് നിൽക്കട്ടെ. കെ സുധാകരനെ മാറ്റുമെന്നാണല്ലോ ചർച്ച. ഇവിടെ പറയേണ്ട ഒരു വിഷയം പുനഃസംഘടന എന്നാണ്. കോൺഗ്രസിൻ്റെ പുനഃസംഘടന നടക്കുന്നു. ആ പുനഃസംഘടന നടക്കുമ്പോൾ ചിലരെല്ലാം മാറേണ്ടി വരും. അങ്ങനെ മാറേണ്ടി വരുന്ന ഘട്ടത്തിൽ ആ പുനഃസംഘടനയെ KPCC പ്രസിഡന്റിനെ മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ചർച്ചയൊക്കെ അവതരിപ്പിക്കുന്നതിൽ ആർക്കെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് നടന്നിട്ട് കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ആദ്യം മനസ്സിലാക്കുന്നവർക്ക് ഇതൊന്നൊരു വിഷയമേ മാറില്ല. അതുകൊണ്ടാണ് ഞാൻ KPCC പ്രസിഡന്റുമാരുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞത്. ആ പേരുകളൊക്കെ ഞാൻ പറയാതിരിക്കുന്നവരൊക്കെ മിക്കവാറും പേര് മരിച്ചു പോയിട്ടുള്ളവരാണ്, ചിലർ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ആ പേര് പ്രസക്തമല്ല. പക്ഷേ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം. കേരളത്തിലെ കെ കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയും കാലത്തും അതിനുശേഷവും ഒക്കെ KPCC പ്രസിഡന്റ് ആയിരുന്നവർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ചർച്ച എന്താണ്? കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വരുന്ന ആളുടെ രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെയാണ്. എന്തൊരു ദുരവസ്ഥയാണിത്. അതായത് കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസ്സുകാർ ചിന്തിക്കാത്ത, കോൺഗ്രസ് നേതാക്കൾ പറയാത്ത കാര്യം മറ്റുള്ളവർ ചർച്ച ചെയ്യുക. ഈ ഒരു സിദ്ധാന്തം CPMൻ്റെയോ CPIയുടെയോ കാര്യത്തിൽ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് MV ഗോവിന്ദ മാഷ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചല്ലല്ലോ പറഞ്ഞത്. CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ട് MA ബേബി വന്നപ്പോൾ ആ രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ. CPIയുടെ സെക്രട്ടറിയായിട്ട് ബിനോയ് വിശ്വം വന്നപ്പോൾ രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ പഴയ ഏതോ ചിന്തകൾ വെച്ചുകൊണ്ട് ക്രിസ്ത്യാനി വരണം, മുസ്ലിം വരണം, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ ഈഴവനെ മാറ്റിയെന്നാണോ നിങ്ങൾ പറയുമോ? ഡോക്ടർ അരുൺ, താങ്കളൊരു കാര്യം ആലോചിക്കുക. വയലാർ രവിയും AK ആൻ്റണിയും തമ്മിൽ മത്സരിച്ചൂടെ? അങ്ങനെ മത്സരിച്ചപ്പോൾ ഈഴവ ക്രൈസ്തവ മത്സരം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആന്റണിയുടെയും വയലാർ രവിയുടെയും കരിസ്മയല്ലല്ലോ ആന്റണിക്കുള്ളത്. ആന്റണിക്ക് വേണ്ടി ചില വളരെ പ്രധാനപ്പെട്ട, അതും KCBCയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഉന്നതങ്ങളിൽ കൃത്യമായി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ശ്രീകുമാർ. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ സോഴ്സിൽ തന്നെ അതുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിട്ടുള്ള അല്ല ഡോക്ടർ അരുൺ. ആദ്യം അത് മനസ്സിലാക്കുക. KPCC പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുള്ള ഒരു പദവിയാണത്. അത് ആൻ്റണിയാണോ, വിഷ്ണുനാഥാണോ, ഹൈബീഡനാണോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണോ, ബെന്നിയാണോ എന്നൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിച്ചോളും. ആര് വന്നാലും അവരുടെ രാഷ്ട്രീയമാണല്ലോ നമ്മളെ പറയുന്നത്. ആ രാഷ്ട്രീയം പറയുന്ന ഒരു ആഹ്ലാദം കാണുകയാണ് നമ്മൾ. അത് ഇത്രയും ചെറുതാക്കി നിങ്ങൾ കോൺഗ്രസിനെ കാണരുതെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കോൺഗ്രസിനെ വിമർശിച്ചോളൂ, കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ളവരെക്കുറിച്ച് വിമർശിച്ചോളൂ, അവരുടെ ആശയ പ്രചരണ രീതിയെക്കുറിച്ച് വിമർശിച്ചോളൂ, അവരുടെ പരസ്യ അഭിപ്രായത്തെക്കുറിച്ച് വിമർശിച്ചോളൂ. പക്ഷേ അവരുടെ ജാതിയെക്കുറിച്ച് നിങ്ങൾ പറയരുത്. അതായത് AK ആൻ്റണിയും വയലാർ
വയലാർ രവിയും കരുണാകരനും അതുപോലെ തന്നെ ആർ ശങ്കറും പട്ടം താണുപള്ളി അടക്കം ഇവിടെ പദവികൾ വഹിച്ചിട്ടുണ്ട്. അവരുടെ ആരുടെയെങ്കിലും ജാതി മതം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വികസിക്കും തോറുമാണോ നമ്മുടെ മനസ്സിൽ ഈ രാഷ്ട്രീയം, ഈ ജാതി വരുന്നത്? ഇവിടെ ആൻറ്റോ ആന്റണി മറ്റേ കത്തോലിക്ക സഭയിൽ നിന്ന് ആൻറ്റോ ആന്റണിയെ നിർദ്ദേശിച്ചു എന്ന് ആരാ പറഞ്ഞത്? ഇനി കത്തോലിക്ക സഭ നിർദ്ദേശിച്ചാൽ അവർക്ക് അതിനുള്ള എന്താ അധികാരം? അവർക്ക് പറയാൻ എന്താ അവകാശം? കത്തോലിക്ക സഭയാണോ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്? സമുദായ നേതാക്കൾ എല്ലാവർക്കും അവർക്ക് ഓരോ താല്പര്യങ്ങളുണ്ടാവും. അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് KPCC പ്രസിഡന്റുമാർ വരണമെന്നുണ്ടാകും, മന്ത്രിയും മുഖ്യമന്ത്രിയും വരണമെന്നുണ്ടാകും. പക്ഷെ അത് കോൺഗ്രസ് നടപ്പുള്ള കാര്യമല്ല. ഉമ്മൻചാണ്ടിയെ ഇവിടെ സഭ നമുക്കറിയാമല്ലോ. ഉമ്മൻചാണ്ടിയുടെ സഭയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ സഭയിലുള്ളവർക്ക് ഉമ്മൻചാണ്ടിയെ വിശ്വാസമായിരുന്നില്ല, മതേതരവാദിയാണെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ AK ആന്റണി ആരാ പറഞ്ഞത് കത്തോലിക്കനാണെന്ന്? AK ആന്റണി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ AK ആന്റണിക്കെതിരെ സമരം നടത്തിയത് ജോസഫ് കുണ്ടുകുളത്തിൻ്റെ നേതൃത്വത്തിലുള്ള തൃശ്ശൂർ രൂപതയായിരുന്നില്ല അക്കാലത്ത്, കോളേജ് വിദ്യാഭ്യാസ സമരകാലത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നിന്ന് അതുപോലെ ഒരുപാട് ജാതിക്കും മതത്തിനുമെതിരെ പോരാടിയവരാണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇങ്ങനെ ഒരുപാട് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പുനഃസംഘടന ചെലുത്താതിരുന്ന ശക്തികൾ. പക്ഷേ അതേസമയം തന്നെ സമ്മർദ്ദം ചെലുത്തിയ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. Debate with Dr. Arun Kumar.